ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് റെസിസ്റ്റേഴ്സിനെ കുറിച്ചാണ്. കഴിഞ്ഞ ക്ലാസ് നമ്മൾ കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റൻസ് കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. അതെല്ലാവരും പഠിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി റെസിസ്റ്ററുകളെ കുറിച്ചാണ്. ഒബ്ജക്റ്റീവ്സ്: ഡിഫൈൻ റെസിസ്റ്റർ, എന്താണ് റെസിസ്റ്റർ, എക്സ്പ്ലെയിൻ ദി ടൈപ്പ് ഓഫ് റെസിസ്റ്റർ, ഏതൊക്കെ ടൈപ്പ് റെസിസ്റ്റേഴ്സ് ഉണ്ട് എന്നുള്ളത് വളരെ ചുരുക്കം രീതിയിൽ നമ്മളൊന്ന് പറയുകയാണ്. നമ്മുടെ റെസിസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? റെസിസ്റ്റൻസ് എന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ദി പ്രോപ്പർട്ടി ഓഫ് എ മെറ്റീരിയൽ വിച്ച് ഒപ്പോസസ് ദി ഫ്ലോ ഓഫ് ഇലക്ട്രിക് കറണ്ട്. ഇലക്ട്രിക് കറണ്ടിനെ ഒപ്പോസ് ചെയ്യുന്ന മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടിനെയാണ് നമ്മൾ റെസിസ്റ്റർ എന്ന് പറയുക. ഇപ്പോൾ റെസിസ്റ്റൻസ് എന്ന് പറയാം. ഈ റെസിസ്റ്റൻസ് എന്താണ്? ഇങ്ങനെയുള്ളൊരു മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്ന ഡിവൈസിനെ ഒപ്പോസ് ചെയ്യുന്ന പ്രോപ്പർട്ടി ഉള്ള ഒരു മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ഉള്ള ഒരു മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഡിവൈസിനെ പറയുന്ന പേരാണ് റെസിസ്റ്റർ. റെസിസ്റ്റർ പല ടൈപ്പ് ഉണ്ട്. അതിലൊരു ടൈപ്പാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ റെസിസ്റ്റർ എന്താണ്? റെസിസ്റ്റേഴ്സ് ആർ കോമൺ പാസീവ് കമ്പോണൻറ്റ് യൂസ് ഇൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് സർക്യൂട്ട്. രണ്ട് തരം കമ്പോണൻറ്റുകളുണ്ട്. ഒന്ന് പാസീവ് കമ്പോണൻറ്റും രണ്ട് ആക്റ്റീവ് കമ്പോണൻറ്റും. പാസീവ് കമ്പോണൻറ്റ് എന്ന് പറഞ്ഞാൽ മൂന്ന് സാധനങ്ങളാണ്. ഒന്ന് റെസിസ്റ്റർ, ഇൻഡക്ടർ, കപ്പാസിറ്റർ. ഈ മൂന്ന് സാധനങ്ങളും പാസീവ് കമ്പോണൻറ്റ്സ് എന്നാണ് പറയുക. ബാക്കിയുള്ള ഇലക്ട്രോണിക്സിൽ ഉപയോഗിക്കുന്ന ട്രാൻസിസ്റ്റർ, ഡയോഡ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആക്റ്റീവ് കമ്പോണൻ്റാണ്. അതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ ഇലക്ട്രോണിക്സിൻ്റെ ക്ലാസ്സിൽ പഠിക്കും. ഇപ്പോൾ ഓർത്ത് വെക്കുക, എന്താണ് പാസീവ് കമ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ? റെസിസ്റ്ററുകൾ, കപ്പാസിറ്റർ, ഇൻഡക്ടർ, ഈ മൂന്നാണ് പാസീവ് കമ്പോണൻറ്റ്. ബാക്കിയുള്ളതൊക്കെ ഇലക്ട്രോണിക്സ് കമ്പോണൻറ്റുകൾ ആക്റ്റീവ് കമ്പോണൻ്റാണ്. അപ്പോൾ ഈ പാസീവ് കമ്പോണൻ്റാണ് റെസിസ്റ്റർ. അത് ഉപയോഗിക്കുന്ന ഇലക്ട്രിക്കൽ സർക്യൂട്ടിലും ഇലക്ട്രോണിക് സർക്യൂട്ടിലും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഈ റെസിസ്റ്റർ ഉണ്ടാക്കിയിരിക്കുന്നതെന്നാണ് ഒരു ഓം, ഇത്ര സ്പെസിഫിക് വാല്യൂ, നമുക്ക് എത്രയാണോ ഓം വേണ്ടത്, 100 ഓം വേണം, അല്ലെങ്കിൽ 1 കിലോ ഓം, 1000 ഓം, അങ്ങനെ എത്രയാണോ നമ്മുടെ വാല്യൂ, സ്പെസിഫിക് ആയിട്ട് നമ്മുടെ വാല്യൂ അനുസരിച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത്രയാണോ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ. പിന്നെ റെസിസ്റ്റർ ഉപയോഗിക്കുന്നതിൻ്റെ ഒരു സർക്യൂട്ടിൽ നമ്മളതിൻ്റെ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ പർപ്പസ് എന്താണെന്ന് ചോദിച്ചാൽ, ഒന്നുകിൽ അത് കറണ്ടിനെ ലിമിറ്റ് ചെയ്യാനും വേണ്ടി, അല്ലെങ്കിൽ എന്താണ് ഇത്ര വോൾട്ടേജ് അവിടെ ഡ്രോപ്പ് ആക്കാനും വേണ്ടി ഈ റെസിസ്റ്റർ ഉപയോഗിച്ചാൽ. നമ്മൾ സീരീസ് ആയിട്ട് നമ്മൾ റെസിസ്റ്റർ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താണ് വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും. അവിടെ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കൂടുന്നതിനനുസരിച്ച് വോൾട്ടേജ് ഡ്രോപ്പ് കൂടും എന്നൊക്കെ നമ്മൾ കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റൻസിൽ പഠിച്ചതാണ്. അപ്പോൾ വോൾട്ടേജ് ഡ്രോപ്പ് ആക്കാനോ അല്ലെങ്കിൽ കറണ്ടിൻ്റെ വാല്യൂ ലിമിറ്റ് ചെയ്യാനോ നമ്മൾ ഉപയോഗിക്കും. നമ്മൾ ഏറ്റവും ചെറിയൊരു ഉദാഹരണം, നമ്മുടെ സപ്ലൈ ഉണ്ടോയെന്ന് ടെസ്റ്റ് ചെയ്യാനും വേണ്ടി അല്ലേ നമ്മൾ നിയോൺ ടെസ്റ്റർ ഉപയോഗിക്കും. അതിൻ്റെ ഉള്ളിലേക്ക് അതെന്താണ്, ഒരു നിയോൺ ബൾബ് ഉണ്ട്, അതിന് സീരീസ് ആയിട്ട് റെസിസ്റ്റൻസ് ഉണ്ട്. 1 മെഗാ ഓം റേഞ്ചിലുള്ള റെസിസ്റ്റൻസ് സീരീസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഷോക്ക് അടിക്കാതിരിക്കാനും വേണ്ടി എന്താണ് അതിൻ്റെ കറണ്ട് ലിമിറ്റ് ചെയ്യുക, ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാക്കിയിട്ട് കറണ്ട് ലിമിറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ പർപ്പസ്. ഈ പവർ റേറ്റിംഗ് എന്ന് പറഞ്ഞത് എന്താണ്? ഫ്രാക്ഷണൽ വാട്ട് മുതൽ 100 വാട്ട് വരെ നമുക്ക് റെസിസ്റ്റർ കിട്ടും. ഫ്രാക്ഷണൽ വാട്ട് എന്ന് പറഞ്ഞാൽ 1 വാട്ടിലും കുറവും, പിന്നെ 100 വാട്ട് കൂടുതലും ഉള്ള റെസിസ്റ്ററുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഇനി ടൈപ്സ് ഓഫ് റെസിസ്റ്റർ ഏതൊക്കെ നോക്കാം. ഒന്ന് ഫിക്സഡ് റെസിസ്റ്റർ, രണ്ടാമത്തത് വേരിയബിൾ റെസിസ്റ്റർ. ഫിക്സഡ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഓമിക് വാല്യൂ ഫിക്സഡ് ആണ്. എന്ന് പറഞ്ഞാൽ 100 ഓം എന്ന് പറഞ്ഞാൽ 100 ഓം തന്നെയാണ്. അതെന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് കനോട്ട് ബി ചേഞ്ച്ഡ് ബൈ യൂസർ. ഉപയോഗിക്കുന്ന ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ചേഞ്ച് ചെയ്യാൻ പറ്റാത്തതാണ് ഫിക്സഡ് റെസിസ്റ്റർ. അതിൻ്റെ ഓമിക് വാല്യൂ ഫിക്സഡ് ആയിരിക്കും, അത് ഉപയോഗിക്കുന്ന ആൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഇനി ഈ ഫിക്സഡ് റെസിസ്റ്റർ ഉണ്ടാക്കിയിരിക്കുന്നത് എന്താണ്? ഡിഫറെൻറ്റ് മെറ്റീരിയലുണ്ട്, ഡിഫറെൻറ്റ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയ ഫിക്സഡ് റെസിസ്റ്റൻസ് ഉണ്ട്. ഈ ഫിക്സഡ് റെസിസ്റ്റൻസ് നമ്മൾ ക്ലാസിഫൈ ചെയ്ത് അതിൻ്റെ ഉപയോഗിക്കുന്ന ടൈപ്പ് ഓഫ് മെറ്റീരിയൽ, അതുപോലെ തന്നെ അതിൻ്റെ ഉണ്ടാക്കിയിരിക്കുന്ന പ്രോസസ്സും അത് ഉപയോഗിച്ചിട്ട് നമ്മളെന്താണ് പല ടൈപ്പ്. ഒന്ന് കാർബൺ കോമ്പോസിഷൻ റെസിസ്റ്റർ, രണ്ടാമത് വയർ വൗണ്ട് റെസിസ്റ്റർ, മൂന്നാമത്തത് ഫിലിം റെസിസ്റ്ററാണ്. അതിൽ മെറ്റൽ ഫിലിം റെസിസ്റ്റർ,
മെറ്റൽ ഫിലിം റെസിസ്റ്റർ തന്നെ കാർബൺ ഫിലിം ഉണ്ട്, മെറ്റൽ ഓക്സൈഡ് ഫിലിം, സെർമറ്റ് ഫിലിം, ഇൻ്റഗ്രേറ്റഡ് റെസിസ്റ്റർ, പിന്നെ പ്രിൻ്റഡ് റെസിസ്റ്റർ. ഇത്രയും ടൈപ്പ് ഫിക്സഡ് റെസിസ്റ്റേഴ്സ് ഉണ്ട്. അതിൽ ഓരോന്ന് നമുക്ക് എന്തായാലും നോക്കാം. കാർബൺ കോമ്പോസിഷൻ റെസിസ്റ്റർ, ഇതിലെന്താണ് കാർബൺ ആയിരിക്കും കോമ്പോസിറ്റ് ആയിട്ടുള്ളത്. ഇതുണ്ടാക്കിയിരിക്കുന്നത് ഫൈൻ കാർബൺ ഓർ ഗ്രാഫൈറ്റ് മിക്സഡ് വിത്ത് പൗഡേർഡ് ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ. പൗഡർ രീതിയിലാക്കിയ ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ പിന്നെ എന്താണ് വളരെ ചെറിയ പൗഡർ മോഡലുള്ള കാർബണോ അല്ലെങ്കിൽ ഗ്രാഫൈറ്റോ മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നതാണ് കാർബൺ കോമ്പോസിഷൻ റെസിസ്റ്റർ. ഇതെന്താണ് ഇതിൻ്റെ പിന്നെ പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ ഈ ഇൻസുലേറ്റിംഗ് മെറ്റീരിയലും അതിൽ ഉപയോഗിക്കുന്ന കാർബണിൻ്റെയും പ്രൊപ്പോർഷൻ എത്ര വേണം കാർബൺ അല്ലെങ്കിൽ എത്ര വേണം ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ എന്നുള്ളത് അതിൻ്റെ എത്രയാണ് റെസിസ്റ്റൻസ് വാല്യൂ എന്നുള്ളതിനെ അനുസരിച്ചിരിക്കും. ഈ കാർബൺ റെസിസ്റ്റൻസ് എലമെൻറ്റ് ഫിക്സഡ് വിത്ത് മെറ്റൽ ക്യാപ്പ്, ഇങ്ങനെയുള്ളൊരു മെറ്റൽ ക്യാപ്പിൻ്റെ അകത്ത് നമ്മൾ ഫിക്സ് ചെയ്യും. എന്നിട്ടെന്താണ് രണ്ട് ഭാഗത്തും ഓരോ ടിൻഡ് കോപ്പർ ലീഡ് പുറത്തേക്ക് എടുക്കും. എന്താണ് കോപ്പറിന് ടിൻ ചെയ്ത് മുകളിൽ എന്താണ് ക്ലാവ് പിടിക്കാതിരിക്കാണ് ടിൻ ചെയ്യണത്. അപ്പോൾ ടിൻഡ് കോപ്പറിൻ്റെ രണ്ട് പിന്നെ പുറത്തേക്ക് ലീഡ് എടുക്കും. എന്നിട്ടെന്താണ് അതിന് സോൾഡർ ചെയ്ത് നമുക്ക് ഇവിടെ വേണമെങ്കിൽ പിടിപ്പിക്കാനും വേണ്ടിയാണ് അതുള്ളത്. ഈ കാർബൺ റെസിസ്റ്റർ എന്താണ് നമുക്ക് വാല്യൂ 1 ഓം മുതൽ 22 മെഗാ ഓം വരെ നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ പവർ റേറ്റിംഗ് 0.1, 0.125, 0.25 അങ്ങനെ 2 വാട്ട് വരെ നമുക്ക് അവൈലബിൾ ആണ്. ഇതിൻ്റെ എന്താണ് കാർബൺ കോമ്പോസിറ്റ് റെസിസ്റ്ററിൻ്റെ പല ഇങ്ങനത്തെ ഈ രീതിയിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ വയർ ബൗണ്ട് റെസിസ്റ്റർ എന്താണ് ഇതിൻ്റെ ഉള്ളിൽ നിക്രോം വയർ ചുറ്റിയതായിരിക്കും. നിക്രോം വയർ ചുറ്റി അതിൻ്റെ മുകളിൽ എന്ത് ചെയ്യും സെറാമിക് സീലിംഗ്. ഇതാണ് അതിൻ്റെ ഒറിജിനലായിട്ട് നമുക്ക് കാണാൻ പറ്റുക. ഇങ്ങനത്തെ രീതിയിലാണ് നമുക്ക് കാണാൻ പറ്റുക. അതിൽ നിന്നും എന്ത് ചെയ്യും 2 കണക്ടർ ലീഡുകൾ പുറത്തേക്ക് എടുക്കും. അതാണ് വയർ ബൗണ്ട് റെസിസ്റ്റർ ഉണ്ടാക്കിയിരിക്കുന്നത്. എന്താണ് റെസിസ്റ്റൻസ് വയർ കൊണ്ട്. ആ റെസിസ്റ്റൻസ് വയർ എന്താണ് നിക്കൽ ക്രോം അലോയ് ആണ്. അതിനാണ് നമ്മൾ നിക്രോം എന്ന് പറയുക. നിക്കൽ ക്രോം അലോയ് ആണ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നിക്രോം എന്നാണ് ഇതിനെ പറയുക. അതെന്ത് ചെയ്യും ചുറ്റിയിരിക്കും. എന്താണ് ഇതിൻ്റെ ഇൻസുലേറ്റിംഗ് കോറുമ്പോൾ ചുറ്റിയിരിക്കും. അത് ആ ഇൻസുലേറ്റിംഗ് കോർ എന്ന് പറയുന്നത് സെറാമിക് പോർസലീനോ അല്ലെങ്കിൽ ബാക്ക്ലൈറ്റ് പ്രസ്ഡ് പേപ്പറോ ഒക്കെ ആയിരിക്കും. അപ്പോൾ ഒരു എന്താണ് നിക്കൽ ക്രോം അല്ലെങ്കിൽ നിക്രോമിൻ്റെ വയർ റെസിസ്റ്റൻസ് വയർ ചുറ്റിയിട്ട് അതിൻ്റെ മുകളിൽ എന്താണ് ഒരു പിന്നെ സെറാമിക് സീലിംഗ് കൊണ്ട് ഇത് കൊടുത്ത് അതിൻ്റെ 2 അറ്റത്തു നിന്നും കണക്റ്റിംഗ് ലീഡ് എടുക്കുകയാണ് ഇത് ചെയ്യുന്നത്. ഈ വയർ ബൗണ്ട് റെസിസ്റ്റർ ഉപയോഗിക്കുന്നത് ഹൈ കറണ്ട് ആപ്ലിക്കേഷനിലാണ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ വാട്ടേജ് റേറ്റിംഗ് 1 വാട്ട് മുതൽ 100 വാട്ടിലും കൂടുതൽ വരെ നമുക്ക് കിട്ടും. പിന്നെ റെസിസ്റ്റൻസ് എന്താണ് 1 ഓമിലും കുറവും അതേപോലെ തന്നെ എന്താണ് 1000 ഓമിൻ്റെ മുകളിലും വരെ നമുക്ക് റേഞ്ച് ഉള്ള റെസിസ്റ്റൻസ് നമുക്ക് അവൈലബിൾ ആണ്. അടുത്ത ഫിലിം റെസിസ്റ്ററാണ്. ഫിലിം റെസിസ്റ്റർ എന്താണ് ഒരു മെറ്റൽ ഫിലിം റെസിസ്റ്റേഴ്സ്. ഒന്നാമത്തത് മെറ്റൽ ഫിലിമാണ്. ഇവിടെ നോക്കത് ഓരോന്നായിട്ട് പറയുന്നുണ്ട്. ഒന്നാമത്തത് എന്താണ് ലീഡ് നമ്മൾ പുറത്തേക്ക് എടുക്കുന്ന ലീഡുകളാണ് ഈ 2 ഭാഗത്തുള്ളത്. രണ്ടാമത്തെ എൻഡ് ക്യാപ്പ്, ഇവിടെയും ഈ ഭാഗത്തും ഇതേപോലെ എൻഡ് ക്യാപ്പ് ഉണ്ടാവും. മൂന്നാമത്തത് സെറാമിക്സ്. ഇതിൻ്റെ ഉള്ളിലുള്ള ഈ കറുപ്പ് ഉള്ളിൽ ഇതാണ് ഈ പുറമുള്ളതല്ല ഉള്ളിൽ കാണുന്ന ഈ കറുപ്പാണ് സെറാമിക്സ്. ആ സെറാമിക്കിൻ്റെ മുകളിലായിരിക്കും നമ്മൾ ചുറ്റിയ മെറ്റൽ ഫിലിംസാണ് ഈ കാണുന്നത്. അത് നമ്മളിങ്ങനെ ചുറ്റിയിരിക്കും. പിന്നെ എന്താണ് ഇതിൻ്റെ ഒരു മുകളിലൊരു എബോക്സി കോട്ടിങ് ഉണ്ടാവും. അതിൻ്റെ മുകളിൽ കളർ ബാൻഡ് ഉണ്ടാവും. ഈ രീതിയിലാണ് ഫിലിം റെസിസ്റ്റേഴ്സ് ഉള്ളത്. മെറ്റൽ ഫിലിം റെസിസ്റ്റേഴ്സ് ഹാവ് തിൻ മെറ്റൽ ലെയർ ആസ് റെസിസ്റ്റീവ് എലമെൻ്റ് ആയിട്ട് മെറ്റലിൻ്റെ ഏതെങ്കിലും ഒരു മെറ്റലിൻ്റെ എലമെൻ്റ് ആയിരിക്കും. പിന്നെ എന്താണ് കട്ടി കുറഞ്ഞ ലെയർ ആയിരിക്കും ഉണ്ടാവുക. നോൺ കണ്ടക്റ്റിംഗ് ബോഡി അതാണ് സെറാമിക് ബോഡിയിൽ നമ്മൾ കൊടുക്കും. ദേ ആർ അമംഗ്സ് ദി മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് വാക്സ് റെസിസ്റ്റേഴ്സ്. ഈ മെറ്റൽ ഫിലിം റെസിസ്റ്റർ ഉണ്ടാക്കിയതിന് 2 പ്രോസസ്സിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒന്ന് തിക്ക് ഫിലിം, കട്ടി കൂടിയ ഫിലിം റെസിസ്റ്റേഴ്സ് എന്താണ് മെറ്റൽ കോമ്പൗണ്ടിൽ പേസ്റ്റ് ചെയ്തിരിക്കും. അല്ലെങ്കിൽ പൗഡർ ഗ്ലാസ് വെച്ച് സ്പ്രെഡ് ഓൺ ദ സെറാമിക് ബേസിൽ എന്ത് ചെയ്യും സ്പ്രെഡ് ചെയ്യും. അങ്ങനെ 2 രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ എന്താണ് കാർബൺ, അതിലൊന്നിനെ ഈ മെറ്റൽ ഫിലിമിന് കാർബൺ ഫിലിം ഉണ്ട്. ആ കാർബൺ ഫിലിം എന്താണ് ഇതിലുപയോഗിച്ച ഫിലിം കാർബൺ കൊണ്ട് ഉണ്ടാക്കിയതായിരിക്കും. തിൻ ലെയർ ഓഫ് കാർബൺ ഫിലിം ഈസ് ഡെപ്പോസിറ്റ് ഓൺ ദി സെറാമിക് ബേസ്. ഇവിടെ ഉപയോഗിച്ച ഫിലിം ഇവിടെ നോക്കുക കാർബൺ ഫിലിമുകളാണ്. ഈ ഫിലിം എന്താണ് ഇതിന് എന്താണ് മെറ്റൽ ഫിലിമിൻ്റെ പകരം എന്താണ് ഇതിൽ കാർബൺ കൊണ്ടായിരിക്കും ഉണ്ടാക്കിയിരിക്കുക. അത്
ചുറ്റിയിരിക്കുന്ന നേരത്തെ പറഞ്ഞ പേര് തന്നെ എന്താണ് സെറാമിക് ബേസ് അല്ലെങ്കിൽ ട്യൂബ് ഈ കറുപ്പ് കാണുന്ന ഉള്ളിൽ അതിൻ്റെ മുകളിലായിരിക്കും ഇത് ചുറ്റിയിട്ടുണ്ടാകുക. എൻഡ് ഗ്യാപ്പ് ഉണ്ട്, 2 ലീഡുകൾ പുറത്തുണ്ട്, എന്താണ് അതിൻ്റെ മുകളിലൊരു സെറാമിക് കോട്ടിങ് ഉണ്ട്, ഇത് പിന്നെ പുറമേക്ക് കിട്ടാതിരിക്കാനും വേണ്ടി. പിന്നെ എന്താണ് ഇതിൻ്റെ ഇവിടെ നോക്കുക, ഇതിൻ്റെ ഈ വീതി, ഈ പിന്നെ നമ്മളിപ്പോൾ കാർബൺ ഫിലിമിൻ്റെ വീതി എന്നാണ് ലാർജർ പിച്ച് മീൻസ് ഷോർട്ടർ റെസിസ്റ്റൻസ്. ഇത് കൂടുതലാണെങ്കിൽ എന്താണ് റെസിസ്റ്റൻസ് കുറവായിരിക്കും. ഇനി ഇതിൻ്റെ പിന്നെ വീതി കുറവാണെങ്കിൽ ഇതിൻ്റെ പിച്ച് കുറക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, ഹൈ റെസിസ്റ്റൻസ് നമുക്ക് കിട്ടും. അങ്ങനെയാണ് ഇതിൻ്റെ. ഇവിടെ ഇപ്പോൾ പിച്ച് കൂടുതലാണ്, ഇവിടെ പിച്ച് കുറവാണ്, അതാണ് റെസിസ്റ്റൻസ് കുറവാണ്. ഇവിടെ കൂടുതലായിരിക്കും, ഇവിടെ കുറവായിരിക്കും. കാർബൺ ഫിലിം റെസിസ്റ്റർ എന്താണ് അവൈലബിൾ 1 ohm മുതൽ 10 മെഗാ ഓം വരെ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ അതേപോലെ 1 വാട്ട് മുതൽ പിന്നെ 1 വാട്ട് വരെ ഉള്ള എന്താണ് വളരെ കുറഞ്ഞ വാട്ടുകളിൽ 1 വാട്ട് വരെ ഉള്ളതാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് വർക്ക് ചെയ്യൽ 85 ഡിഗ്രി മുതൽ 155 ഡിഗ്രി സെൽഷ്യസിൽ വരെ കാർബൺ ഫിലിം റെസിസ്റ്റർ വർക്ക് ചെയ്യും. ഇനി മെറ്റൽ ഓക്സൈഡ് ഫിലിം റെസിസ്റ്ററാണ്. ഇതിലെന്താണ് ഇവിടെ നോക്കുക, എന്താണ് കാർബണിന് പകരം ഒരു മെറ്റൽ ഓക്സൈഡ് ഫിലിം ആയിരിക്കും ചുറ്റിയിട്ടുണ്ടായിരിക്കുക. സെറാമിക് സബ്സ്റ്റൻസിൽ മെറ്റൽ ഓക്സൈഡ് കൊണ്ടായിരിക്കും ഉണ്ടാകുക. മെറ്റൽ ഓക്സൈഡ് ഫിലിം റെസിസ്റ്റേഴ്സ് ആർ മെയ്ഡ് ഓഫ് സെറാമിക് റോഡ്. സെറാമിക് റോഡിൻ്റെ മുകളിൽ എന്താണ് മെറ്റൽ ഓക്സൈഡ് ഫിലിം ആയിരിക്കും ഉണ്ടാവുക. കോട്ടഡ് വിത്ത് എ തിൻ ഫിലിം ഓഫ് മെറ്റൽ ഓക്സൈഡ്. മെറ്റൽ ഓക്സൈഡ് ഉണ്ട്. അതിൽ ഉപയോഗിക്കുന്ന മെറ്റൽ ഓക്സൈഡ് ഏതാണെന്ന് ചോദിച്ചാൽ ടിൻ ഓക്സൈഡാണ് ഉപയോഗിക്കുക. ടിൻ ഓക്സൈഡ് കൊണ്ടാണ് മെറ്റൽ ഓക്സൈഡ് ഫിലിം റെസിസ്റ്ററിന് ഉണ്ടാക്കുന്ന ഒരു ഈ മെറ്റൽ ഓക്സൈഡ് ഏതാണെന്ന് ചോദിച്ചാൽ എന്താണ് ടിൻ ഓക്സൈഡ് കൊണ്ടാണ് ഉണ്ടാക്കുക. ഇനി എന്താണ് മെറ്റൽ ഓക്സൈഡ് ഫിലിം റെസിസ്റ്ററിൻ്റെ അതേപോലെ തന്നെ മെറ്റൽ ഓക്സൈഡ് വാരിസ്റ്റർ എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. അതിന് തമ്മിൽ മാറരുത്. അതിലെന്താണ് വ്യത്യാസം എന്താണ്, അവിടെ മെറ്റൽ ഓക്സൈഡ് വാരിസ്റ്റർ ഉണ്ടാക്കിയിരിക്കുന്നത് സിങ്ക് ഓക്സൈഡോ അല്ലെങ്കിൽ സിലിക്കൺ കാർബൈഡോ ഉപയോഗിച്ചിട്ടാണ് മെറ്റൽ ഓക്സൈഡ് വാരിസ്റ്റർ ഉണ്ടാക്കിയത്. എന്നാൽ മെറ്റൽ ഓക്സൈഡ് ഫിലിം റെസിസ്റ്റർ ഉണ്ടാക്കിയത് ടിൻ ഓക്സൈഡ് കൊണ്ടാണെന്നുള്ളത് ഓർത്ത് വെക്കുക. ഇനി എന്താണ് രണ്ടാമതായിട്ട് വാരിയബിൾ റെസിസ്റ്റേഴ്സ് ആണ്. ഫിക്സഡ് റെസിസ്റ്റേഴ്സ് നമ്മൾ പറഞ്ഞു എന്തായിരിക്കില്ല, നമുക്ക് റെസിസ്റ്റൻസ് ഉപയോഗിക്കുന്ന ആൾക്ക് റെസിസ്റ്റൻസ് വാല്യൂ അതിൻ്റെ വാല്യൂ മാറ്റാൻ കഴിയില്ല. 100 ohm ആണ്, 100 ohm തന്നെയാണ്. ഇനി എന്താണ് വാരിയബിൾ റെസിസ്റ്റർ ആണെങ്കിൽ എന്താണ് വാരിയബിൾ റെസിസ്റ്റർ വാല്യൂ വാരി എയ്തർ ബൈ മാനുവൽ സെറ്റിംഗ്. നമുക്ക് എന്ത് ചെയ്യാം, ഉപയോഗിക്കുന്ന ആൾക്ക് മാനുവലായിട്ട് വേണമെങ്കിൽ അതിൻ്റെ വാല്യൂ മാറ്റാൻ പറ്റും, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലായിട്ട് മാറും. എങ്ങനെ, ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ചോ അല്ലെങ്കിൽ പിന്നെ ലൈറ്റ് ഇൻറ്റൻസിറ്റി ലൈറ്റ് അതിലേക്ക് വരുന്നതിനനുസരിച്ചോ അല്ലെങ്കിൽ വോൾട്ടേജ് കൂടുന്നതിനനുസരിച്ചൊക്കെ നമുക്ക് പിന്നെ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ മാറ്റാൻ പറ്റും. അങ്ങനെ തന്നെയാണ് വാരിയബിൾ റെസിസ്റ്റർ എന്ന് പറയുക. ഈ റെസിസ്റ്റേഴ്സിന് നമ്മൾ പൊട്ടൻഷ്യോമീറ്റർ റെസിസ്റ്റർ എന്നോ അല്ലെങ്കിൽ പൊട്ടൻഷ്യോമീറ്റേഴ്സ് എന്നുള്ള പേരിലും അറിയപ്പെടും. ഇതിൻ്റെ ഉദാഹരണങ്ങൾ റിയോസ്റ്റാറ്റ്, വാരിയബിൾ റെസിസ്റ്റേഴ്സിന് പെട്ടതാണ് റിയോസ്റ്റാറ്റ് എന്താണെന്നുള്ള നമ്മൾ പറയുന്നുണ്ട്. പിന്നെ പൊട്ടൻഷ്യോമീറ്റേഴ്സ്, പിന്നെ ട്രിമ്മേഴ്സ്, തെർമിസ്റ്റർ, ലൈറ്റ് ഡിപ്പെൻഡിങ് റെസിസ്റ്റർ, പിന്നെ വോൾട്ടേജ് ഡിപ്പെൻഡിങ് റെസിസ്റ്റേഴ്സ്, അതിനെ വാരിസ്റ്റർ എന്നുള്ള പേരിൽ അറിയപ്പെടും. ഇതൊക്കെ വാരിയബിൾ റെസിസ്റ്റേഴ്സാണ്. ഇതിൽ ഉദാഹരണത്തിന് നമുക്ക് എന്താണ് ഇത് ഒരു വാരിയബിൾ റെസിസ്റ്ററാണ്. എന്താണ് നമ്മൾ ട്രിമ്മർ എന്ന് പറയുന്നത് അല്ലേ. ഇവിടെ എന്താണ് ഇത് നോക്കുക, നമ്മൾ ഒരു മൂവിങ് കോണ്ടാക്ട്, ഈ സാധനത്തിന് നമുക്ക് എന്ത് ചെയ്യാം, ഇതിങ്ങനെ ഇങ്ങോട്ട് ഇങ്ങനെ തിരിക്കാം. ഇതിങ്ങനെ തിരിക്കുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, ഇതിൻ്റെ വാല്യൂ മാറുന്നതാണ്. നമ്മൾ ലോസ് ഓഫ് റെസിസ്റ്റൻസ് പറഞ്ഞിനി എന്താണ് പിന്നെ ലെങ്ത്ത് കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് കൂടും, ലെങ്ത്ത് കുറയുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് കുറയും. അപ്പോൾ എന്താണ് ഇവിടെ നിന്നായിരിക്കും നമ്മൾ ഔട്ട്പുട്ട് എടുക്കുക. ഇതാണ് അതിൻ്റെ ഇതേപോലെ ആയിരിക്കും കാണുക. ഇവിടെ എന്ത് ചെയ്യാം, നമുക്ക് പിന്നെ അതിൻ്റെ ഒരു കീവേ ഉണ്ട്, ആ ഷാഫ്റ്റ് തിരിച്ചിട്ട് ആ ഷാഫ്റ്റ് തിരിക്കുമ്പോൾ തിരിയണത് ഇവിടെയാണ്. ഇതിങ്ങനെ ഇങ്ങോട്ട് വന്നാൽ എന്ത് ചെയ്യും, റെസിസ്റ്റൻസ് പിന്നെ കുറവായിരിക്കും. ഇതിങ്ങനെ ഇങ്ങോട്ട് ഈ സാധനം ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും. അപ്പോൾ ഇങ്ങനെ എന്താണ് ഇത് വാരിയബിൾ കാർബൺ റെസിസ്റ്റൻസ് ആണ്. കാർബൺ റെസിസ്റ്റൻസ് വാരിയബിളായിട്ട് കാർബൺ റെസിസ്റ്റൻസ് ആണ്. ഇവിടെ എന്താണ് റൊട്ടേറ്റിംഗ് ആം, ഈ സാധനം ആണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഈ സാധനം തിരിച്ചിട്ടാണ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുക. അതിൻ്റെ ഉൾഭാഗമാണ് ഈ കാണുന്നത്. അപ്പോൾ ഇൻറ്റേർണൽ വ്യൂ ആണ് ഈ കാണുന്നത്. അപ്പോൾ എന്താണ് റൊട്ടേറ്റ് ഈ ഷാഫ്റ്റ്, ഇവിടെ ഈ ഷാഫ്റ്റ് എന്നല്ല, ആ ഷാഫ്റ്റ് നമ്മൾ തിരിക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള ഈ സ്പ്രിംഗ് വൈപ്പർ കോണ്ടാക്റ്റ് ആണ്. ഇവിടെ ഈ കോണ്ടാക്റ്റ് വരുന്നത് എവിടെയാണോ അവിടെയാണ് നമുക്ക് എന്ത് ചെയ്യുക റെസിസ്റ്റൻസ് കിട്ടുക. പിന്നെ കാർബൺ കോമ്പോസിഷനാണ് ഈ കറുപ്പായിട്ട് കാണുന്നത്. അപ്പോൾ എന്താണ് നമുക്ക് ഇത് തിരിച്ചിട്ട് നമുക്ക് റെസിസ്റ്റൻസ് വാല്യൂ മാറ്റാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ ഇവിടെ
ഇത് കാർബൺ ആണ്, ഇവിടെ നിന്നാണ് വയർ വൗണ്ട് ആണ്, വയർ ചുറ്റിയതാണ്. അത് തിരിച്ചിട്ടും നമുക്ക് എന്ത് ചെയ്യാം, മാറ്റാം. ഈ കോണ്ടാക്റ്റ് മാറുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, നമുക്ക് പിന്നെ റെസിസ്റ്റൻസ് വാല്യൂ മാറി കിട്ടും. അതേപോലെ ഇനി എന്താണ് റിയോസ്റ്റാറ്റ്. നമ്മുടെ എക്സ്പെരിമെൻറ്റിൽ പിന്നെ നമ്മുടെ വർക്ക്ഷോപ്പിൽ എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് റിയോസ്റ്റാറ്റ്. ഇതിന് 3 ടെർമിനലുണ്ട്. 1, 2, 3. ഈ 3 ടെർമിനലുണ്ട്. എന്താണ് നമ്മൾ റിയോസ്റ്റാറ്റ് ആയിട്ടാണ് ഉപയോഗിക്കണമെങ്കിൽ ഒരു പിന്നെ എൻഡ് ഇവിടെ കൊടുക്കും, ഒരു എൻഡ് ഇവിടെ നിന്നാണ് എടുക്കുക. പിന്നെ എന്താണ് ഇത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റും. ഇവിടെ എന്താണ് സ്ലൈഡിങ് കോണ്ടാക്റ്റ്. ഇതെന്ത് ചെയ്യാം, നമുക്ക് ഇതിലൂടെ സ്ലൈഡ് ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും ഈ സാധനത്തിലൂടെ മാറ്റാം. ഇവിടെ ഇതിപ്പോൾ ഉദാഹരണത്തിന് ഇവിടെയും ടെർമിനൽ 1 എ എന്നുള്ളിടത്ത് നമ്മൾ ഒരു എൻഡ് കൊടുത്തു, ടെർമിനൽ സിയിലുമാണ് നമ്മൾ കൊടുത്തതെങ്കിൽ, ഇപ്പോൾ നിൽക്കണ ഈ സ്ഥലത്താണ് നിൽക്കുന്നതെങ്കിൽ ഇവിടെ നോക്കുക, ഇതിലൂടെ വന്നു ടെർമിനൽ, ഇതിലൂടെ വന്നു എന്താ ചെയ്യും, ഇവിടെ ഇങ്ങനെ പിന്നെ നമ്മൾ യുറേക്ക വയർ ചുറ്റിയതാണ്. ഇത് മുഴുവനായിട്ടും യുറേക്ക വയർ ചുറ്റി, കോയിൽ ഓഫ് വയർ, ആ വയർ ചുറ്റിയതാണ്. അതിൻ്റെ വേറെ ഉണ്ട് ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. പിന്നെ എന്താണ്, അത് ഫിക്സഡ് റെസിസ്റ്റൻസ് ആണ് നമുക്ക് വേണ്ടതെങ്കിൽ ഈ ടെർമിനൽ എയും ടെർമിനൽ ബിയുമാണ് നമ്മൾ എടുക്കേണ്ടത്. ഫിക്സഡ് റെസിസ്റ്റൻസ് എത്രയാണോ ഇത് 1000 ഓമിൻ്റെ റെസിസ്റ്റൻസ് ആണ്. ഫിക്സഡ് റെസിസ്റ്റൻസ് ടെർമിനൽ എയും ടെർമിനൽ ബിയിലും കൊടുത്ത് നമുക്ക് 1000 ഓം കിട്ടും. ഇനി നമുക്ക് വാരിയബിൾ റെസിസ്റ്റൻസ് ആണ് വേണ്ടെങ്കിൽ ഒന്നുകിൽ ടെർമിനൽ എയിലും ടെർമിനൽ സിയിലും കൊടുക്കുക, അല്ലെങ്കിൽ ടെർമിനൽ ബിയിലും ടെർമിനൽ സിയിലും കൊടുക്കുക. നമുക്ക് വാരിയബിൾ റെസിസ്റ്റൻസ് ആണ് വേണ്ടതെങ്കിൽ. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ടെർമിനൽ എയിലും ടെർമിനൽ സിയിലും കൊടുത്തു. ഇപ്പോൾ നമ്മൾ ഈ സ്ലൈഡിങ് കോണ്ടാക്റ്റ് നീക്കുന്നതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, വാല്യൂ കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യാം. ഇപ്പോൾ ഈ നിൽക്കുന്ന അവസ്ഥയിൽ നമുക്ക് വാല്യൂ ഇവിടുന്ന് നോക്കുക, ഇവിടുന്ന് ഇങ്ങനെ കയറിയിട്ട് ഈ പിന്നെ ഇതുവരെയുള്ള ഇവിടുന്ന് നേരെ ഇങ്ങോട്ട് കയറിയിട്ടുള്ള റെസിസ്റ്റൻസ് ആണ് നമുക്ക് കിട്ടുക. അപ്പോൾ എന്താണ് നീളം കുറവായിരിക്കും നമുക്ക് റെസിസ്റ്റൻസ് വാല്യൂ കുറവായിരിക്കും. ഇനി എന്താണ് ഈ സ്ലൈഡ് ചെയ്ത് നമ്മൾ ഈ സാധനം നമുക്ക് ഇവിടെ കൊണ്ടുപോയി വെച്ചാൽ ഇത്രയും പിന്നെ എന്താണ് വയറിൻ്റെ കോയിൽ ഇത്രയും ചുറ്റുകൾ കഴിഞ്ഞിട്ട് ഇവിടെ നിന്നാണ് നമുക്ക് എന്ത് ചെയ്യുക, ഇങ്ങോട്ട് കിട്ടുക. അപ്പോൾ റെസിസ്റ്റൻസ് വാല്യൂ കൂടുതലായിരിക്കും. നമുക്ക് എന്താണ് വാരിയബിൾ റെസിസ്റ്റൻസ് കിട്ടും. അങ്ങനെ റിയോസ്റ്റാറ്റ് എന്നാണ് അതിൻ്റെ പേര് എന്നുള്ളത് ഓർത്ത് വെക്കുക. അത് വർക്ക്ഷോപ്പിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിക്കും. ഇനി സ്പെഷ്യൽ റെസിസ്റ്റർ ഉണ്ട്, കുറേ സ്പെഷ്യൽ റെസിസ്റ്റർ. എന്താണ് സ്പെഷ്യൽ റെസിസ്റ്ററിൻ്റെ അങ്ങനെ പറയാനുള്ള കാരണം, സ്പെഷ്യൽ റെസിസ്റ്റേഴ്സ് ആർ ആൾസോ പ്രൊഡ്യൂസ് വൂസ് റെസിസ്റ്റൻസ് വാരീസ് വിത്ത് ടെമ്പറേച്ചറിനനുസരിച്ച് എന്ത് ചെയ്യും, അതിൻ്റെ റെസിസ്റ്റൻസ് വാല്യൂ മാറും. അതേപോലെ തന്നെ വോൾട്ടേജ് അല്ലെങ്കിൽ ലൈറ്റ് ഈ റെസിസ്റ്റൻസിലേക്ക് അടിക്കുമ്പോൾ, അല്ലെങ്കിൽ വോൾട്ടേജ് കൂട്ടിയാൽ കുറച്ചാൽ, അല്ലെങ്കിൽ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ കുറയുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, റെസിസ്റ്റൻസിൻ്റെ വാല്യൂ മാറും. അതിനാണ് നമ്മൾ സ്പെഷ്യൽ റെസിസ്റ്റർ എന്ന് പറയുന്നത്. ഏതൊക്കെ ഉണ്ടെന്ന് നോക്കാമെന്ന്. PTC റെസിസ്റ്റേഴ്സ്, അതിൻ്റെ വേറൊരു പേരാണ് സെൻസിസ്റ്റേഴ്സ്. PTC എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാണ് എന്താണ് പോസിറ്റീവ് ടെമ്പറേച്ചർ കോഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റർ. എന്താണ് ഈ പോസിറ്റീവ് ടെമ്പറേച്ചർ കോഫിഷ്യൻ്റ്? ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് കൂടുകയാണെങ്കിൽ അതിനെ പോസിറ്റീവ് ടെമ്പറേച്ചർ കോഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് പിന്നെ സിസ്റ്റം ഉപയോഗിച്ചിട്ട് നമ്മളൊരു റെസിസ്റ്റർ ഉണ്ടാക്കി. അതിൻ്റെ സെൻസിസ്റ്റേഴ്സ് എന്നുള്ളൊരു പേരിലും അറിയപ്പെടുന്നുണ്ട്. ഇതിനെന്താണ് നമ്മൾ അന്ന് പറഞ്ഞ കാര്യങ്ങളാണെന്ന്. ചില മെറ്റീരിയലുകൾക്ക് എന്താണ് ഡിഫറെൻറ്റ് ക്രിസ്റ്റൽ സ്ട്രക്ചറാണ്. അതിൻ്റെ റെസിസ്റ്റൻസ് ചിലപ്പോൾ എന്ത് ചെയ്യും, ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ വാരി ചെയ്യുന്നതിനനുസരിച്ച് കൂടാം കുറയാം. അപ്പോൾ ഈ പോസിറ്റീവ് ടെമ്പറേച്ചർ കോഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റർ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ എന്ത് ചെയ്യും, അതിൻ്റെ റെസിസ്റ്റൻസ് വാല്യൂ ഇൻക്രീസ് ചെയ്യും. റെസിസ്റ്റൻസ് ഇൻക്രീസസ് നോൺ ലീനിയർ. ഉദാഹരണം എന്താണ്, റെസിസ്റ്റൻസ് ഓഫ് PTC അല്ലെങ്കിൽ ഒരു സെൻസിസ്റ്ററിൻ്റെ അല്ലെങ്കിൽ PTC റെസിസ്റ്ററിൻ്റെ ഇപ്പോൾ ടെമ്പറേച്ചർ എന്താണ് റൂം ടെമ്പറേച്ചറിൽ, ഇപ്പോൾ സാധാരണ റൂം ടെമ്പറേച്ചറിൽ 100 ഓമാണ് അതിൻ്റെ വാല്യൂ എങ്കിൽ നമ്മളൊരു 10 ഡിഗ്രി നമ്മൾ ടെമ്പറേച്ചർ കൂട്ടിയാൽ 10 ഡിഗ്രി ടെമ്പറേച്ചർ നമ്മൾ കൂട്ടിയാൽ എന്ത് ചെയ്യും, അതിൻ്റെ 100 ഓം എന്നുള്ളത് 150 ഓമായിട്ട് വർദ്ധിക്കും. വീണ്ടും 10 ഡിഗ്രി കൂട്ടിയാൽ, ഉദാഹരണമാണ് പറയുന്നത്, ഒരു 500 ഓമായിട്ട് വർദ്ധിക്കും. എന്ന് പറഞ്ഞാൽ നമ്മൾ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ റെസിസ്റ്റൻസ് കൂടും. അതാണ് PTC റെസിസ്റ്റർ അല്ലെങ്കിൽ സെൻസിസ്റ്റേഴ്സ്. ഇത് അടുത്തത് NTC എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ടെമ്പറേച്ചർ കോഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റർ. അപ്പോൾ നെഗറ്റീവ് ടെമ്പറേച്ചർ കോഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിരുന്നു എന്താണ്, ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് വാല്യൂ കുറയുകയാണ് ചെയ്യുക. അതിനെ തെർമിസ്റ്റേഴ്സ് എന്നുള്ള പേരിലും അറിയപ്പെടും. അപ്പോൾ PTCനെ സെൻസിസ്റ്റേഴ്സ് എന്നുള്ള പേരിലും NTCനെ തെർമിസ്റ്റേഴ്സ് എന്നുള്ള പേരിലുമാണ് അറിയപ്പെടുക. NTC ആണെങ്കിൽ എന്താണ്, നെഗറ്റീവ് ടെമ്പറേച്ചർ കോഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റർ ആണ്. അതിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ
റെസിസ്റ്റൻസ് വാല്യൂ ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുക. ഉദാഹരണത്തിന് എന്താണ്, നമ്മൾ റൂം ടെമ്പറേച്ചറിൽ ഒരു റെസിസ്റ്ററിന് 500 ഓം, NTC റെസിസ്റ്ററിന് 500 ഓമാണ് വാല്യൂ ഉള്ളതെങ്കിൽ ഒരു 10 ഡിഗ്രി ടെമ്പറേച്ചർ കൂട്ടിയാൽ അതിൻ്റെ റെസിസ്റ്റൻസ് 400 ഓമായിട്ട് കുറയും. ഇനി ഒരു 10 ഡിഗ്രി കൂടി കൂട്ടിയാൽ 150 ഓമായിട്ട് കുറയും എന്നുള്ള രീതിയിൽ. എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് കുറയാണെങ്കിൽ അതിനാൽ NTC റെസിസ്റ്റേഴ്സ് അല്ലെങ്കിൽ തെർമിസ്റ്റേഴ്സ് എന്നുള്ള പേരിൽ അറിയപ്പെടും. ഈ PTC NTCയും നമ്മളെന്താണ് സ്വിച്ചിങ് ഓപ്പറേഷന് വേണ്ടിയാണ്. സ്പെസിഫിക് ടെമ്പറേച്ചർ എത്തുമ്പോൾ നമുക്ക് സ്വിച്ചിങ് ഓപ്പറേഷൻ, ഒരു സർക്യൂട്ട് ഓപ്പൺ ആണോ അല്ലെങ്കിൽ ക്ലോസ് ആണോ, ഇങ്ങനത്തെ സ്വിച്ചിങ് ഓപ്പറേഷന് പെർഫോം ചെയ്യാനും വേണ്ടിയാണ് നമ്മൾ PTC ആൻഡ് NTC റെസിസ്റ്റേഴ്സ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ദേ ആർ ആൾസോ യൂസ്ഡ് ഫോർ മെഷർമെൻറ്റ് ആൻഡ് ടെമ്പറേച്ചർ കോമ്പൻസേറ്റേഴ്സ്, മെഷർമെൻറ്റിന് വേണ്ടിയും അല്ലെങ്കിൽ ടെമ്പറേച്ചർ കോമ്പൻസേറ്റേഴ്സിലൊക്കെ ഉപയോഗിക്കുന്നു. അടുത്തത് VDR, വോൾട്ടേജ് ഡിപ്പെൻഡിങ് റെസിസ്റ്റേഴ്സ്. അതിനെ വാരിസ്റ്റർ എന്നും പേര് പറയും, വാരിസ്റ്റേഴ്സ്. അപ്പോൾ പേര് ഓർത്തേക്കുക, PTC എന്താണ് പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് റെസിസ്റ്റർ, PTC റെസിസ്റ്ററിനെ സെൻസിസ്റ്റർ എന്ന് പേര് പറയും. NTC നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് റെസിസ്റ്റർ, NTC റെസിസ്റ്ററിനെ തെർമിസ്റ്റർ എന്ന് പേര് പറയും. പിന്നെ VDR വോൾട്ടേജ് ഡിപ്പെൻഡിങ് റെസിസ്റ്ററിനെ വാരിസ്റ്റർ എന്ന് പേര് പറയും. ഇതെന്താണ് വോൾട്ടേജ് ഡിപ്പെൻഡിങ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇതിനെന്താണ്, വോൾട്ടേജ് കൂട്ടുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ കുറയ്ക്കുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, അതിൻ്റെ റെസിസ്റ്റൻസ് വാല്യൂ മാറും. ഇവിടെ എന്താണ്, റെസിസ്റ്റൻസ് ഫാൾസ് നോൺ ലീനിയർലി വിത്ത് ഇൻക്രീസിങ് വോൾട്ടേജ്. വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് നോൺ ലീനിയർലി എന്ന് പറഞ്ഞാൽ കുറയാണ് ചെയ്യുക, റെസിസ്റ്റൻസ് കുറയും. അപ്പോൾ VDR എക്സാമ്പിൾ 100 ഓം റെസിസ്റ്റൻസ് ആണ് 10 വോൾട്ടിൽ. 10 വോൾട്ട് കൊടുക്കുമ്പോൾ അതിനുള്ള 100 ഓമാണ്. ഇനി നമ്മൾ എന്ത് ചെയ്തു, 5 വോൾട്ട് കൂട്ടി എന്ന് പറഞ്ഞാൽ 15 വോൾട്ട് കൂട്ടിയ 15 വോൾട്ട് ആക്കി. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും, അതിൻ്റെ 90 ഓമായിട്ട് കുറയും. വേറൊരു 5 വോൾട്ടും കൂടി നമ്മൾ കൂട്ടിയാൽ, അപ്പോൾ 20 വോൾട്ട് കൊടുത്താൽ എന്ത് ചെയ്യും, അതിൻ്റെ റെസിസ്റ്റൻസ് 50 ഓമായിട്ട് കുറയും. ഇങ്ങനെ എന്താണ് വോൾട്ടേജ് കൊടുക്കുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുക, റെസിസ്റ്റൻസിൻ്റെ വാല്യൂ മാറുന്ന റെസിസ്റ്ററിന് പറഞ്ഞ പേരാണ് VDR, വോൾട്ടേജ് ഡിപ്പെൻഡിങ് റെസിസ്റ്റർ അല്ലെങ്കിൽ വാരിസ്റ്റർ. ഇത് ഉപയോഗിക്കുന്നത് വോൾട്ടേജ് സ്റ്റെബിലൈസേഷനും വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അതിനെ ആർക്ക് കൊഞ്ചിങ്, ആർക്ക് ഇല്ലാതാക്കാനും വേണ്ടി, പിന്നെ അതേപോലെ ഓവർ വോൾട്ടേജ് പ്രൊട്ടക്ഷൻ, ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ VDR ഉപയോഗിക്കുന്നുണ്ട്. വോൾട്ടേജ് സ്റ്റെബിലൈസേഷൻ, ആർക്ക് കൊഞ്ചിങ്, ഓവർ വോൾട്ടേജ് പ്രൊട്ടക്ഷൻ. ഇനി ലൈറ്റ് ഡിപ്പെൻഡിങ് റെസിസ്റ്റർ LDR, ഫുൾ ഫോം ചോദിക്കാവുന്നതാണ്. LDRൻ്റെ ഫുൾ ഫോം LDR, ലൈറ്റ് ഡിപ്പെൻഡിങ് റെസിസ്റ്റർ. അത് കേട്ടാൽ തന്നെ നമുക്ക് ലൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്യും, റെസിസ്റ്റൻസിൻ്റെ വാല്യൂ മാറും. ലൈറ്റ് ഇൻറ്റൻസിറ്റി കൂടിയാൽ LDR ആൾസോ നോൺ ആസ് ഫോട്ടോ കണ്ടക്ടേഴ്സ് എന്നും ഇതിന് പേരുണ്ട്, ഫോട്ടോ കണ്ടക്ടേഴ്സ്. LDRൻ്റെ ദി റെസിസ്റ്റൻസ് ഫാൾസ് വിത്ത് ഇൻക്രീസ് ഇൻ ഇൻറ്റൻസിറ്റി ഓഫ് ഇലുമിനേഷൻ. ഇലുമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് കുറയും. എന്താണ് ലൈറ്റ് ഇൻറ്റൻസിറ്റി കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് കുറയുന്നതാണ് ലൈറ്റ് ഡിപ്പെൻഡിങ് റെസിസ്റ്റർ. റെസിസ്റ്റൻ്റ് വർക്ക് ഓൺ ദി പ്രിൻസിപ്പിൾ ഓഫ് ഫോട്ടോ കണ്ടക്ടിവിറ്റി. LDR ഏത് പ്രിൻസിപ്പിളാണ് വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഫോട്ടോ കണ്ടക്ടിവിറ്റി പ്രിൻസിപ്പിളാണ്. എന്താണല്ലോ പിന്നീട് നമ്മൾ പഠിക്കുന്നുണ്ട്. ദീസ് ഡിവൈസ് ഡിപ്പെൻഡ് അപ്പോൺ ദി ലൈറ്റ്. ലൈറ്റിനെയാണ് LDR ഡിപ്പെൻഡ് ചെയ്യുന്നത്. ലൈറ്റ് ഫാൾസ് ഓൺ ദി LDR, ദെൻ ദ റെസിസ്റ്റൻസ് ഡിക്രീസസ്. ഇത് LDRലേക്ക് ലൈറ്റ്, ഈ LDR എന്ന് പറഞ്ഞാൽ കാണുന്നത്, ഈ ലൈറ്റ് ഇവിടേക്ക് ഫാൾ ചെയ്താൽ എന്ത് ചെയ്യും, അതിൻ്റെ റെസിസ്റ്റൻസ് ഡിക്രീസ് ചെയ്യും. ഇനി ഡാർക്ക് ആണെങ്കിൽ, ഇവിടെ ലൈറ്റ് ഇല്ല, ഒരു ഇരുട്ടത്താണ് നമ്മൾ വെച്ചെങ്കിൽ അതിൻ്റെ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. നമ്മൾ LDR ഡാർക്ക് പ്ലേസിലാണ് നമ്മൾ കൊടുത്തെങ്കിൽ അതിൻ്റെ റെസിസ്റ്റൻസ് ഹൈ ആയിരിക്കും. അതേപോലെ തന്നെ ലൈറ്റുള്ളിടത്താണ് LDR നമ്മൾ വെച്ചെങ്കിൽ റെസിസ്റ്റൻസ് കുറവായിരിക്കും. ഇനി ദീസ് ആർ യൂസ്ഡ് ലൈറ്റ് ബാരിയേഴ്സ് ഓപ്പറേറ്റിംഗ് റിലേസ്. ഇത് ഉപയോഗിക്കുന്നത് എന്താണ്, എന്തൊക്കെയാണെന്നുള്ളത്, ഇത് എവിടെയൊക്കെ ഉപയോഗിക്കുന്നു എന്നുള്ളത് എന്താണ്, ഇറ്റ് യൂസ്ഡ് വേർ ദർ ഇസ് എ നീഡ് ടു സെൻസ് ദി പ്രസൻസ് ആൻഡ് ആബ്സെൻസ് ഓഫ് ലൈറ്റ് ഈസ് നെസസറി. നമുക്ക് ലൈറ്റിൻ്റെ പ്രസൻസ് അല്ലെങ്കിൽ ആബ്സെൻസ് അത് രണ്ടും സെൻസ് ചെയ്യാനും വേണ്ടി, ലൈറ്റ് ഉണ്ടോ ഇല്ല എന്നുള്ളത് സെൻസ് ചെയ്യാനും വേണ്ടി ഉള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഉപയോഗിക്കും. പിന്നെ ഉപയോഗിക്കുന്നത് ലൈറ്റ് സെൻസേഴ്സ് ആൻഡ് ദി ആപ്ലിക്കേഷൻ ഓഫ് LDR മെയിൻലി ഇൻക്ലൂഡ് അലാം ക്ലോക്ക് അലാം ചെയ്യാൻ, പിന്നെ സ്ട്രീറ്റ് ലൈറ്റിൽ, ലൈറ്റ് ഇൻറ്റൻസിറ്റി മീറ്റേഴ്സിൽ, പിന്നെ ബർഗ്ലാർ അലാം സർക്യൂട്ട്. ഇങ്ങനെ എന്താണ് സ്ട്രീറ്റ് ലൈറ്റിൽ ഓർത്ത് വെക്കുക. എപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യം എന്താണ്, LDR ഉപയോഗിക്കുന്നത് സ്ട്രീറ്റ് ലൈറ്റിലാണെന്നുള്ളത് ഒന്ന് ഓർത്ത്
അല്ലെ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ദിസ് ആർ യൂസ്ഡ് ഫോർ ലൈറ്റ് ബാരിയേഴ്സ് ഇൻ ഓപ്പറേറ്റിംഗ് റിലേസ്. ഓപ്പറേറ്റിംഗ് റിലേസ് ലൈറ്റ് ബാരിയർ ആയിട്ട് ഉപയോഗിക്കണം. ആൾസോ യൂസ്ഡ് ഫോർ മെഷറിംഗ് ദി ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ്. ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി മെഷർ ചെയ്യാൻ. ഇപ്പോൾ നമ്മൾ എന്താണ് റെസിസ്റ്ററുകളെ കുറിച്ച് ഒന്ന് പല ടൈപ്പ് റെസിസ്റ്ററുകളെ കുറിച്ച്, റെസിസ്റ്റർ എന്താണെന്നും പിന്നെ എന്താണ് ഈ റെസിസ്റ്ററിൻ്റെ ടൈപ്പ് ഓഫ് റെസിസ്റ്റർ, ഫിക്സഡ് റെസിസ്റ്ററും വാരിയബിൾ റെസിസ്റ്ററും ഉണ്ടെന്നും. ഫിക്സഡ് റെസിസ്റ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കുന്ന ആൾക്ക് അതിൻ്റെ വാല്യൂ മാറ്റാൻ പറ്റാത്ത റെസിസ്റ്ററുകളെ ഫിക്സഡ് റെസിസ്റ്റർ എന്നും, വാരിയബിൾ റെസിസ്റ്ററിനെ എന്താണ് നമുക്ക് ഉപയോഗിക്കുന്ന ആൾക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ വാല്യൂ ആവശ്യത്തിനനുസരിച്ച് മാറ്റാം. അതിനെ വാരിയബിൾ റെസിസ്റ്റർ എന്നാണ് പറയുക. പിന്നെ അതിൻ്റെ ടൈപ്പുകൾ, പല ടൈപ്പുകൾ നമ്മൾ പറഞ്ഞു. എന്താണ് ഫിക്സഡ് റെസിസ്റ്റേഴ്സ്, കാർബൺ കോമ്പോസിറ്റ് റെസിസ്റ്റർ, പിന്നെ ഫിലിം റെസിസ്റ്റർ, പിന്നെ പ്രിൻറ്റഡ് സർക്യൂട്ട് റെസിസ്റ്റർ എന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞു. പിന്നെ വാരിയബിൾ റെസിസ്റ്റർ ആണെങ്കിൽ റിയോസ്റ്റാറ്റ്, പിന്നെന്താണ് പിന്നെ ട്രിമ്മർ, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. പിന്നെ എന്താണ് സ്പെഷ്യൽ റെസിസ്റ്റർ ആയിട്ട് വാരിയബിൾ റെസിസ്റ്റർ എന്താണ് സെൻസിസ്റ്റർ, PTC, തെർമിസ്റ്റർ, NTC, LDR ലൈറ്റ് ഡിപ്പെൻഡിങ് റെസിസ്റ്റർ, VDR വാരിസ്റ്റർ, ഇങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. അപ്പോൾ ഇത് കേട്ട് വ്യക്തമായിട്ട് കാര്യങ്ങൾ പഠിക്കുക. പിന്നെ അടുത്ത ക്ലാസിഫിക്കേഷൻ ഓഫ് റെസിസ്റ്റൻസ് ആണ്. റെസിസ്റ്റൻസ് ഏത് രീതിയിൽ ഓമിക് വാല്യൂ അനുസരിച്ച്, അതിൻ്റെ ഓമിക് വാല്യൂ അനുസരിച്ച് എങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ പറ്റിയുള്ള കാര്യങ്ങളാണ് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുക. അപ്പോൾ ഇത് കേട്ട് എല്ലാവരും റെസിസ്റ്ററിനെ കുറിച്ച്, ഏതൊക്കെയാണ് റെസിസ്റ്റർ ഉള്ളതെന്നുള്ളതിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് പഠിക്കുക. നന്ദി.